ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി, കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ചു കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽ കോട്ടയിൽ പോയി ഇരിക്കാണ്, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? ചൂണ്ടയിടണം, നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാടുത്ത് ഏൽപ്പിച്ചേക്കാം, നോക്ക് ചെലവ് കൊടുക്കണം, പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അങ്ങനെ കുറെ പേരുണ്ട്. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ, നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ, പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസ് أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അന്തഹകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വഖത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയാൻ പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പോവുക. എന്താണ് ക്വാളിഫിക്കേഷൻ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാകും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും.
പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം. കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടിയൊന്നും പറ്റൂല. അതാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. പടച്ച റബ്ബിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴുമെന്നുള്ളൊരു ബോധമുള്ളവനെ പള്ളിക്കമ്മറ്റിക്കാരിക്കുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ർ താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹത എന്നർത്ഥം. അള്ളാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും ഉണ്ട് നിയമം. അത് പഠിക്കണ്ട. നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ. ഇപ്പൊ പള്ളിയോട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ മഹല്ല് പരിപാലനം എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഉത്സാഹം അവരെന്ത് പറയാം, അങ്ങനെയൊന്നും ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി ലൈവില്ലേ പേര് കേൾക്കട്ടെ, എല്ലായിടത്തും എത്തണ്ടേ. ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ല് സമിതികളും ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ആയത്തുകൾ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് മനസ്സിലാക്കണം നമ്മൾ. നമസ്കാരം 5 വഖത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പിന്നെ കാണുന്നില്ല ആ പരിപാടി. 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ശരിയാകും. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവർ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയം ഒന്നും അങ്ങോട്ടോ തെന്നി മാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കാൻ. നമ്മള് പള്ളിയിലെ അടിച്ചപ്പോൾ ഇഖാമത്ത് കൊടുക്കാൻ മോദിനെ കണ്ടില്ല, ഓക്കെ അയാളാ ശമ്പളം തന്നെ കേട്ടാ, അത് നമ്മുടെ പരിപാടി. നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആൾക്കാർ നോക്കാം. ഇഖാമത്ത് കറക്റ്റ് തമിഴ് വേണം. എന്നതുപോലെയാണ് അതേ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളി കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോ മറ്റുള്ളവരോട് ചോദിക്കാം, കാര്യം കൊടുക്കാറുണ്ട്. അജാര വല്ലതും കൊടുത്തായിരുന്നു. സക്കാത്ത് ആദ്യം ഇവിടെ വിഷയം കൊടുക്കണം. അതാ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത് ഉണ്ട്. ഫിത്ർ സക്കാത്ത് മറ്റേ 2.5 കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള 5 പേരെ കണക്കാക്കിയിട്ട് 12.5 കിലോ അരി കൊണ്ട് കൊടുത്തേക്കും. അതല്ല ഈ പറയുന്നത്, അത് ശരീരത്തിന്റെ സക്കാത്താണ്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതല്ല, സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ട്, കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ട്. അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോൾ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്ത് ഉണ്ട്, വെള്ളിയുടെ സക്കാത്ത് ഉണ്ട്, അതൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. തീർന്നില്ല, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല. ലോകത്ത് അല്ലാതെ വേറൊരു മഹ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. വേറെ വിഷയം. അല്ലാഹ് അല്ലാതെ ഒരു ഒലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണ്ട, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. അള്ളാന്റെ വിഷയം വരുമ്പോ പേടിക്കും വേണം. അതാണ് പറയുന്നത്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ളുക. ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ പൊരുത്തം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ ചെയ്തു നോക്കിയേ. എങ്കിലോ എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന, സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ, അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഉറപ്പായിട്ടും സന്മാർഗം ശ്രദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ ഒക്കെ തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിധാനശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഹിദായത്ത് കൊടുക്കും, ഒരു ഹിദായത്ത് സിദ്ധിച്ചവരാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ? ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിലുള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈളാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അവിടെ ആമീൻ പറയുമ്പോൾ നമ്മള് എവിടെയാ നീട്ടേണ്ടത്? ആമീൻ. ആ മീമിന്റെ എവിടെ നീട്ടേണ്ടത്? ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ മഗ്‌രിബിന് ഇമാം വന്നപ്പോ എല്ലാവരും ഈ ആ നീട്ടിക്കൊള്ളുക. പിന്നെ സൂറത്ത് തീരാറായപ്പോഴാണ് മീമൻ. എവിടെ നീട്ടേണ്ടത്? എവിടെയാണ്? ആമീൻ. ആമീന്റെ എവിടെ കേട്ടോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. വലദ്ദാല്ലീൻ. ആടവിടെ കുറച്ച് കിട്ടിയാൽ ആമീൻ ആമീൻ. ഒന്ന് പറഞ്ഞ ഒന്നുകൂടി ആമീൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ എപ്പോ പഠിക്കാൻ? 90 വയസ്സായി, തീരാറായി, ഇതിലോട്ട് കാലം കിട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ടില്ല. നമ്മൾ തന്നെ റെഡിയാവും. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ ജീവിതത്തിൽ അപ്പോൾ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താവും. അടുത്ത തലമുറ റെഡിയാവും. അൽഹംദുലില്ലാഹ് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താണ്. കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം വരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വേണം, നല്ല ശബ്ദത്തിൽ. ഇതാ അമ്മനിൽ ഇമാമു ഫഖൂലു ആമീൻ. ഇമാമ് ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ പിന്നെ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു. വജബത്തു ലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ എവിടെ മുതലാണ്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്നത് മുതൽക്കാണ് ദുആ. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്.
അവിടെ മുതലാ ദുആ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്അത്താണ് 5 വഖത്ത് നമസ്കാരം. സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ളുഹർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്അത്താണ്. 17 വട്ടം ചോദിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി? ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്ക്. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാർ നിസ്സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടും. അപ്പൊ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാനീ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല. ഹിദായത്ത് സ്വീകരിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത്, ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. അതിനായത്തോതിയ